ഹായ്, ഗുഡ് മോർണിംഗ്. ഞാൻ വിചാരിച്ചു ഇന്ന് ചെറിയൊരു വ്ളോഗ് ചെയ്യാമെന്ന്. കാരണമുണ്ട്, ഒരു 2 കാരണങ്ങളുണ്ട്. സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ ഇന്ന്. എന്താ പറയുന്നത്, ഒന്നെന്ന് പറയുന്നത് ആദ്യമായിട്ട് അക്കു ഇന്ന് സ്റ്റേജിൽ കളിക്കാൻ കയറാണ് കേട്ടോ. അവർക്ക് സ്കൂളിൽ ഇന്നൊരു പ്രോഗ്രാമുണ്ട്. അപ്പം ഇതുവരെ സ്റ്റേജിൽ കയറി കളിച്ചിട്ടില്ല. ഇങ്ങനെ യൂട്യൂബിലും ഒക്കെ കളിച്ചിട്ടുണ്ടെങ്കിലും സ്റ്റേജിൽ കയറി ആദ്യമായിട്ട് കളിക്കാൻ പോകണം കേട്ടോ. ഇന്ന് ഒരു ഫോക്ക് ഡാൻസ് ഉണ്ട്. അപ്പം അതിൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇന്നലെ കൊണ്ടുവച്ചിട്ടുണ്ട്. അതൊക്കെ പിന്നീട് ഞാൻ ഡ്രസ്സൊക്കെ ചെയ്തിട്ട് കാണിച്ചു തരാം. പിന്നെ രണ്ടുപേരും ഇപ്പോൾ ഉറക്കമാണ്. ഇപ്പം 5 മണി ആയിട്ടേ ഉള്ളൂ കേട്ടോ. നേരത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ട് രാവിലെ വിളിക്കണം. ഇവിടുന്ന് വീട്ടിൽ നിന്ന് കോസ്റ്റ്യൂമൊക്കെ ചെയ്തിട്ട് പോകണം. അപ്പം നേരത്തെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആക്കിയിട്ട് വിളിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, അത് എന്നെ സംബന്ധിക്കുന്നതാണ് കേട്ടോ. ഇന്നെൻ്റെ ബർത്ത്ഡേ ആണ്. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ദോശയും കടലയാണ് കേട്ടോ. പിന്നെ സ്നാക്സിന് കൊണ്ടുപോകാൻ ചപ്പാത്തി റോള് വേണമായിരുന്നു. അങ്ങനെ എൻ്റെ ചപ്പാത്തി കുഴച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ചെയ്ത് വെച്ചിട്ട് അവരെ വിളിക്കാമെന്ന് വിചാരിച്ചു. ഒരു 6 മണിയൊക്കെ ആകുമ്പോഴത്തേന് വിളിക്കാമെന്ന് വിചാരിച്ചു. അതെ, ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയായി. ഇനി ഇതിപ്പം സ്നാക്സ് കൊണ്ടുപോകാനായിട്ട് ചപ്പാത്തി റോള് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അതൊന്ന് റെഡിയാക്കാണ്. ഫില്ലിങ്ങൊക്കെ വെച്ചിട്ട് ഒരു ബട്ടർ പേപ്പറിലൊക്കെ പൊതിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. അല്ലേ, സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. ഇതിപ്പം ഫ്രണ്ടിലോട്ടാണ് വരുന്നത്, ഇല്ലയോ? ഇതിങ്ങനെ മടക്ക് ഫ്രണ്ടിലോട്ടാണ് വരുന്നത്. അന്നേരം ഈ സാധനം ആദ്യമത്തെ ലെയർ നല്ലപോലെ ഇട്. 2 ലെയർ ഇടണം അല്ലേ? കട്ടിക്കിടണം. അവിടെ നിന്ന് ഇടണം. മാല ഇടില്ലേ? മാല കാണിച്ചോ? അങ്ങനെ തന്നോ? ഇന്നലെ 8th പീരീഡിൽ കാണിച്ചായിരുന്നു. മേക്കപ്പ് ഒക്കെ കഴിഞ്ഞോ? കഴിഞ്ഞു. സ്കൂളിൽ പോയിട്ട് മാല ഇത് ഈ ഉടുപ്പ് ഇച്ചിരി നേരം കഴിയും. ബാക്കിൽ പിടിച്ചൊന്ന് പിന്നെ കുത്തട്ടെ. എല്ലായിടത്തും പിന്നെ കുത്തിയൊരു ബോറിംഗ് ആണ്. ഇവിടെ ഇങ്ങനെ പിന്നെ കുത്ത, അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ഇറങ്ങി കിടക്കും. അത് കുഴപ്പമില്ല, ഇറങ്ങി കിടക്കണ്ട. മാല വരുത്തിയോ? ആ വളയും കൂടെ ഇട്. ഗുജറാത്തി ഫോക്ക് ഡാൻസ്. അത് പോട്ടെ. അങ്ങനത്തെ ഞങ്ങൾ സ്കൂളിലേക്ക് പോകാൻ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. രാവിലെ 7 മണിയായിട്ടുണ്ട്. എന്നാലും ഒട്ടും വെട്ടമൊന്നും വന്നിട്ടില്ല. നല്ല മഞ്ഞുണ്ട്. നല്ല രസമാണ് ഈ രാവിലെ പോകുന്നത് കേട്ടോ. രാവിലെ എന്താണ്ടോ നല്ല മഞ്ഞാണ്. എനിക്ക് ഇവിടെ ഈ ഒരു ഏരിയ വരുമ്പോഴാണ്, ഞാൻ അക്കുവിനെ സ്കൂളിൽ കൊണ്ടുവിട്ടിട്ട് തിരിച്ചു വരുന്ന വഴിയാണ് കേട്ടോ. പട്ടിക്കൊക്കെ ഈ ഒരു തണുപ്പ് കാലത്ത് ആരോ ഉടുപ്പൊക്കെ ഇട്ട് കൊടുത്തേക്കുന്നത് കേട്ടോ. ഈ ഒരു ഏരിയ വരുമ്പോൾ എനിക്ക് നല്ല തണുപ്പാണ് കേട്ടോ. നല്ലതെന്ന് വെച്ചാൽ 2 സൈഡ് നല്ല കാടാണ്. അന്നേരം നല്ല തണുപ്പുമുണ്ട്. ഞങ്ങളിങ്ങനെ ഈ തണുപ്പത്ത് ഇങ്ങനെ വന്നപ്പോൾ എൻ്റെ കൈയൊക്കെ നല്ലപോലെ തണുത്തു. അന്നേരം സൈഡിലൊന്ന് വണ്ടി ഒതുക്കിയതാണ്. വണ്ടി നിർത്തിയിട്ട് നോക്കിയപ്പോൾ ഉണ്ട് 2 മയിൽ. ഇഷ്ടംപോലെ മയിലുണ്ട് ഈ കാടിനകത്ത്. കണ്ട മഞ്ഞിനകത്തൂടെ ഒരു എയർപ്ലെയിൻ പോകുന്നുണ്ട്. പിന്നെ എന്താ വായിക്കൂടെ പുക വരുമല്ലോ, അതിന് ഞങ്ങൾ രണ്ടും കൂടെ അങ്ങനെ ഊതി കളിച്ചതാണ് കേട്ടോ. പിന്നെ ക്യാമറയിലൊന്നും കിട്ടിയില്ല. ഇതാണ് ഇവിടുത്തെ ഒരു ഏരിയ എന്ന് പറയുന്നത്. 2 സൈഡ് നല്ല കാടായതുകൊണ്ട് തന്നെ നല്ല തണുപ്പാണ് ഈ ഒരു സൈഡ് വരുമ്പോഴേ. സ്കൂളിൽ കൊണ്ടാക്കിയിട്ട് തിരിച്ച് വരുന്ന വഴിയാണ്. അപ്പം ഡാൻസിൻ്റെ കുറച്ച് ഫോട്ടോസും കൂടെ ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.